UP സ്കൂളിൽ വാർഷികാഘോഷവും 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള യാത്രയയപ്പും എൻഡോമെന്റ് വിതരണവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. എസൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് പ്രഭോഷ് അധ്യക്ഷത വഹിച്ചു. എസൻപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കൊടുങ്ങല്ലൂർ AEO P മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സുബീഷ് ചെത്തിപ്പാടത്ത് എൻഡോമെന്റ് വിതരണം നടത്തി. പടിക്കൽ രാജു, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, ജോസഫ് K, സുധീഷ് TS, MP മേരി, അനന്തിത CR എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് PR ജ്യോതി സ്വാഗതവും KA ഷാജി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. നമ്മുടെ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്ന് ഒട്ടേറെ കുട്ടികളെ യാത്ര അയക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമക്കൾ പുതിയ വിദ്യാലയം തേടി പോവുകയാണ് 8ാം ക്ലാസ്സിലേക്ക്. അപ്പോൾ അവരെയെല്ലാം യാത്ര അയക്കുന്ന വലിയ പരിപാടിയാണ് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ എസൻപുരം പഞ്ചായത്തിലെ 17 വിദ്യാലയങ്ങളിൽ തലയെടുപ്പോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത്. കുട്ടികളെല്ലാം മികച്ച രീതിയിൽ ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികളെല്ലാം മികച്ച രീതിയിൽ അവരുടെ തുടർ വിദ്യാഭ്യാസവും തൊഴിൽ മേഖലയെ കണ്ടെത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ നാട്ടിലൊരു പ്രയാസമുണ്ടായാൽ നമുക്കറിയാമല്ലോ, ഓക്കി, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കലാമിറ്റികൾ വരുന്ന സമയത്ത് ഈ വിദ്യാലയത്തെ ഈ പ്രദേശനിവാസികൾ ചേർത്ത് പിടിക്കുന്ന കേന്ദ്രമാണ്. അപ്പം അത്രയേറെ ജനകീയമായി സഹകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇവിടെ പഠിക്കുന്ന കൊച്ചുമക്കൾക്കും ഭാവിയിൽ അത്തരം മേഖലകളിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഇവിടെ അധ്യാപകർ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇറങ്ങുന്നതോടൊപ്പം തന്നെ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ 4ാം ക്ലാസ് കഴിഞ്ഞാൽ ഏത് വിദ്യാലയത്തിൽ ചേരണമെന്നുള്ളത് അച്ഛനമ്മമാരുടെ ആഗ്രഹത്തോടു കൂടിയാണ് പോയിരുന്നത്. ഇന്നങ്ങനെയല്ല. നമ്മുടെ കൊച്ചുമക്കൾ മുതിർന്ന് വരുമ്പോൾ തന്നെ 4ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ തന്നെ 5ാം ക്ലാസ്സിൽ ഏത് ക്ലാസ്സിൽ ചേരണമെന്നുള്ളത് അവരുടെ ആവശ്യാനുസരണമാണ് രക്ഷിതാക്കളും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു മാതൃക അതിലുണ്ട് എങ്കിലും എത്രത്തോളം അവരെ അതിലേക്ക് എത്തിക്കും, പ്രാബല്യത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് നമ്മൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സംശയമാണ്. കാരണം